ബാലഭാസ്കർ റിലേറ്റഡ് കോണ്ടന്റ്സ് ഒരുപാട് പേരിപ്പോൾ സംസാരിക്കുന്നുണ്ട്. ന്യൂസ് ചാനലുകളിൽ ഒരുപാട് ഡിബേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ആൻഡ് ഇൻഡിവിജ്വൽസ് അവരുടെ സംശയങ്ങളും അവർക്ക് തോന്നിയ ഫൈൻഡിങ്സൊക്കെ അവർ സോഷ്യൽ മീഡിയയിൽ അവരുടെ പ്രൊഫൈൽ വഴി ഇപ്പോൾ ഞാനൊക്കെ പറയുന്ന പോലെ തന്നെ പറഞ്ഞിട്ട് പോവാറുണ്ട്. ഇപ്പോൾ ഒരുപാടത് ചർച്ചയിലിരിക്കുന്നൊരു വിഷയമാണ്. ആൻഡ് ഇറ്റ്സ് ഗുഡ് ബിക്കോസ് എന്തെങ്കിലും ഒരു കോൺസ്പിറസി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള നിഗൂഢമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ നമുക്കൊക്കെയുള്ള ഡൗട്ടുകൾ ക്ലിയർ ആവാനും അത് നല്ലതാണ്. പിന്നെ ഒന്നും കൂടി ഒന്ന് ആക്സിലറേറ്റ് ചെയ്യും ഇതിൻ്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ. കാരണം ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഇതിന് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതൊരു ഡിസ്കഷൻ പോയിൻ്റ് ആവുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അധികാരികൾ കൃത്യമായിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ ഒരു വേഗത കൂട്ടും. ഓക്കെ, അപ്പോൾ ഓരോരുത്തർ എന്താ പറയുക, തോട്ട് പ്രോസസ്സിലുള്ള കാര്യങ്ങളാണ് അവർ, പെർസ്പെക്റ്റീവ്സാണ് അവർ സോഷ്യൽ മീഡിയയിൽ പ്രസൻറ്റ് ചെയ്യാറ്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഓക്കെ, അത് വളരെ മാന്യമായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. ഞാൻ നമ്മുടെ രാഹുൽ ഈശ്വർ ഭയങ്കര പ്രൊവോക്ഡായിട്ട് ഒരു വീഡിയോ ചെയ്തതായിട്ട് കണ്ടു ഈ ഒരു വിഷയത്തിൽ. അതായത് ബാലഭാസ്കർ ഇൻസിഡൻറ്റിൽ ബാക്കി കുറേ പേര്, ഓക്കെ, മൂപ്പര് ഒറ്റയ്ക്ക് ഐസൊലേറ്റ് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഓക്കെ, ദ മിസ്റ്റർ പെർഫെക്റ്റ്, ദ മാൻ എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ബാക്കി കുറേ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നവരൊക്കെ മരമണ്ടന്മാർ, വാഴകൾ, നിങ്ങൾ എന്തിനായി പറയുന്നതെന്നുള്ള രീതിയിലുള്ളൊരു സംസാരമാണ് ഇങ്ങനെ സംസാരിച്ച് വെച്ചിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ഇത് കേട്ടപ്പോൾ ഇയാളെന്താ ഇങ്ങനെ പറയണത് തോന്നി. ബാലഭാസ്കറിന്റെ മരണത്തിൽ അന്യഗ്രഹ ജീവികൾക്ക് പങ്കുണ്ടോ? 2018 സെപ്റ്റംബർ 25 അപകടത്തിൽപ്പെടുകയും ഒക്ടോബർ 2 മരണപ്പെടുകയും ചെയ്ത മലയാളികളുടെ പ്രിയപ്പെട്ട, ഞങ്ങളുടെയൊക്കെ എൻ്റെ വ്യക്തിപരമായി സീനിയറായി പഠിച്ച കേരളത്തിന്റെ പ്രിയപ്പെട്ട വയലിനിസ്റ്റ്, സംഗീതജ്ഞൻ ബാലഭാസ്കറിന്റെ മരണം എങ്ങനെയാണ്? അത് കൊലപാതകമാണോ? മുൻ സീറ്റിലിരിക്കുന്ന 2 പേരും അപകടത്തിൽ മരിച്ചില്ല, പകരം പിൻ സീറ്റിലിരിക്കുന്ന ബാലഭാസ്കറാണ് മരിച്ചത്. ഇത് എന്തുകൊണ്ട് നാസ അന്വേഷിക്കുന്നില്ല? എന്തുകൊണ്ട് യുണൈറ്റഡ് നേഷൻസ് ഇതിനു വേണ്ടി ഒരു അന്വേഷണം വെക്കുന്നില്ല? യഥാർത്ഥത്തിൽ ലക്ഷ്മിക്ക് ഈ കൊലപാതകത്തിൽ പങ്കില്ലേ? ലക്ഷ്മിക്ക് ബാക്കിയുള്ളവരുമായിട്ട് ബന്ധം അത് ഉണ്ടായിരുന്നില്ലേ? അതല്ലേ ഇതിന്റെ പിന്നിലെ കാരണം? തുടങ്ങിയ ചെറ്റ വർത്താനം പറയുന്ന, യൂട്യൂബ് വ്യൂസിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരുപാട് അലവലാദികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെട്ട ഒരു അമ്മ, ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു ഭാര്യയാണ് നിങ്ങൾ ഇങ്ങനെ വേട്ടയാടുന്നത്. അനാവശ്യമായി സംശയങ്ങൾ പറഞ്ഞ്, അനാവശ്യമായി ദുസ്സൂചനകൾ വെച്ച് പറഞ്ഞ്, ഒരു ഉളുപ്പില്ലാത്ത, എനിക്കത് കണ്ടിട്ട് ദേഷ്യം വരുന്നു. ബാലഭാസ്കറിനെ വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ടും ലക്ഷ്മിയെ വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ടും അവരുടെ പ്രണയകാലത്ത് തന്നെ പരിചയമുള്ളത് കൊണ്ടും എൻ്റെ സീനിയർ ആയിരുന്നതുകൊണ്ടും പല പരിപാടിക്കും ഒരുമിച്ച് പോയിരുന്നത് കൊണ്ടും ഇങ്ങനെ ഉളുപ്പില്ലാത്ത വാർത്തകൾ ചമയ്ക്കുന്ന കള്ളന്മാരെ കണ്ട്, എടാ നിനക്ക് വേറെ പണികളില്ലേ എന്ന് ചോദിക്കാൻ തോന്നും. കുറെ കൂടെ സ്ട്രോങ് ആയി പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് എന്താ പറയുക, എൻ്റെ നിലവാരത്തിന് ചേരാത്തോണ്ട് പറയുന്നില്ല. എന്തൊക്കെ കള്ളങ്ങളാണ് പറയുന്നത്? ബാലഭാസ്കറിന്റെ അച്ഛൻ പറയുന്നത് മനസ്സിലാക്കാം. ഉണ്ണിസാറ് പറയുന്നത് ഒരു മകൻ നഷ്ടപ്പെട്ട വേദന ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല, അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എന്നും ബാലഭാസ്കറിനെ ഓർക്കാനെന്ന രീതിയിൽ പലപ്പോഴും അങ്ങനെ പറയുന്നത് അദ്ദേഹത്തിന്റെ വേദനയാണ്, വിഷമമാണ്, അതിനെ പൂർണ്ണമായി നമ്മൾ ഉൾക്കൊള്ളുന്നു. ബാക്കിയുള്ള ഈ യൂട്യൂബ് ചാനലുകാർ ഇത്ര ഉളുപ്പും മയവും ഇല്ലാതെ കള്ളക്കഥകൾ ഉണ്ടാക്കി വിടുന്നത് എന്തെങ്കിലും ഒരു മാന്യത ഉണ്ടായിട്ടാണ്? നിങ്ങൾ പ്രേക്ഷകർ ഓർക്കണം, നിങ്ങളെ പറ്റിക്കാനാണ്, നമ്മളടക്കമുള്ള സാധാരണ ജനങ്ങളെ പറ്റിക്കാനാണ്. ബാലഭാസ്കറിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞാലേ യൂട്യൂബ് വ്യൂസ് ഉണ്ടാകൂ, അല്ലെങ്കിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞാലേ എന്തെങ്കിലും പഞ്ചുള്ളൂ, ഗുമ്മുള്ളൂ. ഇതിന്റെ പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്വർണ്ണ മാഫിയ തട്ടിപ്പാണ്. എവിടെങ്കിലും അവിടെ നിന്ന് ഇവിടുന്ന് ഓരോരോ സംശയങ്ങൾ എടുത്തു വെച്ച് പർവ്വതീകരിച്ച് വൃത്തികേട് പറയുന്നതിനൊരു പരിധിയുണ്ട്. യൂട്യൂബ് വ്യൂസ് ആണോ വിഷയം? അതാണെന്നുണ്ടെങ്കിൽ രാഹുൽ ഈശ്വറിനും എനിക്കും ഇത് സംസാരിക്കുന്നവർക്കൊക്കെ യൂട്യൂബ് വ്യൂസും മോണിറ്റൈസേഷനും തന്നെയാണ് ഈ വിഷയം. മനസ്സിലായ? അങ്ങനെ അവർ പറയുന്ന യൂട്യൂബ് വ്യൂസിനോ അല്ലെങ്കിൽ മോണിറ്റൈസേഷനോ കാര്യങ്ങൾക്കോ വേണ്ടി സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ അതേ ഉളുപ്പില്ലാത്തരം, അതേ ചെറ്റത്തരം, അത് തന്നെയാണ് നിങ്ങളത്. സിമ്പിളാണ് ആ കാര്യം. അതുകൊണ്ട് യൂട്യൂബിലെ വ്യൂവർഷിപ്പും മോണിറ്റൈസേഷനും, ഞാൻ വ്യൂവർഷിപ്പിനല്ല, ഞാൻ മോണിറ്റൈസേഷൻ അല്ല എന്ന് പറയുമ്പോൾ ദയവ് ചെയ്തിട്ടൊന്ന് വീഡിയോ ചെയ്യാതിരിക്കുക യൂട്യൂബിൽ. ഓക്കെ, ഇത് ചെയ്ത് വെച്ചുകൊണ്ട് തംബ്നെയിലും സെറ്റാക്കി, അതിൽ മോണിറ്റൈസേഷനും ആക്കി, അതിൽ മിഡ് ആഡും സെറ്റ് ചെയ്ത് എല്ലാം ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ളവരൊക്കെ നിങ്ങൾ എന്തിനാണ് ചെയ്യണമെന്നുള്ളത് ചോദിച്ചിട്ട് അതെന്തർത്ഥം? പിന്നെ രാഹുൽ ഈശ്വർ ഇപ്പോൾ വന്നിരുന്നിട്ട് ഈ പറയുന്ന കഥകളുണ്ടല്ലോ, ഇത് ഒരു ഭാര്യയുടെ വിഷമം അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെയും അമ്മേൻ്റെയും വിഷമം മനസ്സിലാക്കാം, ഭാര്യയെക്കുറിച്ച് നിങ്ങൾ പറയുന്നു, നിങ്ങളുടെ ഊഹാപോഹങ്ങൾ നിങ്ങൾ പറയുന്നു. ഇവിടെ ദിലീപിൻ്റെ കാര്യത്തിലും ബാക്കി കുറേ പേരുടെ കാര്യത്തിൽ
ഓക്കെ, സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ചാനലുകളിൽ ഇതേ രാഹുൽ ഈശ്വർ വന്നിരുന്ന് ഇതിലും വലിയ ബോംബ് കഥകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടും കണ്ടിട്ടുണ്ട്. ഒരു 2 മിനിറ്റ്, എനിക്ക് 2 മിനിറ്റ് അപ്പോൾ അങ്ങനെ പറയുന്ന രാഹുൽ ഈശ്വറിന് ഇപ്പം ബാക്കിയുള്ളവരുടെ പേഴ്സ്പെക്റ്റീവ്, തോട്ട് പ്രോസസ് ഇതൊന്നും നിങ്ങൾക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂ ആണ്. മനസ്സിലായോ? ഇവിടെ ലക്ഷ്മി എന്ന് പറയുന്ന ബാലഭാസ്കറിൻ്റെ വൈഫ് അവർ കൊടുത്ത ഇൻ്റർവ്യൂ, അതിൽ ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്, ചോദ്യങ്ങളുണ്ട്. എന്തിന്? ബാലഭാസ്കറിൻ്റെ അച്ഛനും അമ്മയ്ക്കും വരെ സംശയമുണ്ട്, അവർ തന്നെ ചോദിക്കുന്നുണ്ട്. സോ പബ്ലിക്കായിട്ട് സൊസൈറ്റിയുടെ മുമ്പിൽ പബ്ലിക്കായിട്ട് ഓഡിറ്റ് നടക്കുന്ന ഒരു വിഷയം. ഓക്കെ, രാഹുൽ ഈശ്വറിന് മാത്രം സംസാരിച്ചാൽ മതി. ദിലീപിൻ്റെ ഭാഗം രാഹുൽ ഈശ്വർ പറയുന്നത് നമ്മളെല്ലാം വെള്ളം തൊടാതെ നമ്മൾ വിശ്വസിക്കണം. ഏത്? ഇതിപ്പോൾ നാസ കണ്ടുപിടിക്കാൻ ഏലിയൻസ് വരും എന്ന് പറയുമ്പോൾ ദിലീപിൻ്റെത് കണ്ടുപിടിച്ച് നാസ റിപ്പോർട്ട് കൊടുത്തത് കൊണ്ടാണോ രാഹുൽ ഈശ്വർ വന്നിരുന്ന ഡയലോഗ് അടിക്കാറ്? അല്ല, ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് വൻ കോമഡി ആയിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. സ്വയം ഒരു സൈഡ് ഇരുന്നു കൊണ്ട് അതിഭീകരമായി ദിലീപ് കുട്ടി അടിച്ചു വെളുപ്പിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. ഇപ്പം ഇദ്ദേഹത്തിന് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലി പരിചയമുള്ള അല്ലെങ്കിൽ അറിയാവുന്ന ലക്ഷ്മി എന്ന് പറഞ്ഞ ആളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണെന്നെങ്കിൽ ഓക്കെ, ഇവിടെ ആരും അത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ അവരുടെ അവസ്ഥ മനസ്സിലാക്കാത്ത ഒരാൾക്കാരില്ല. ജെനുവിൻ ക്വസ്റ്റ്യൻസ്, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, ഞാനൊക്കെ ഒരു ക്വസ്റ്റ്യനേ ചോദിക്കുന്നുള്ളൂ, ഒറ്റ ക്വസ്റ്റ്യൻ. അതായത് ഈ എൻറ്റയർ ഇൻ്റർവ്യൂ ഞാൻ കണ്ടു, നിങ്ങളൊക്കെ കണ്ടു, രാഹുൽ ഈശ്വറും കണ്ടു കാണും. ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ചു, എൻ്റെ ഹസ്ബൻഡ് മരിച്ചു, എൻ്റെ കുട്ടി മരിച്ചു, അർജുൻ ചെയ്തത് ഭയങ്കരമായ തെറ്റ്, കൊടും പാതകം, അവന് മാപ്പില്ല എന്ന് പറയാൻ പറ്റുമോ? ബാലഭാസ്കറിൻ്റെ വൈഫിനെ കൊണ്ട് സംഭവിച്ചു പോയി എന്നാണ് അവർ പറയുന്നത്. അതെന്താ അങ്ങനെ? കുറേ സംശയങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ സംശയങ്ങൾ നമ്മൾ പറയണ്ടേ? ഇപ്പോൾ നിങ്ങൾക്ക് മാത്രം വന്നിരുന്ന സംശയങ്ങൾ ഉന്നയിച്ചാൽ മതിയോ? നമുക്കും പറയണ്ടേ? നിങ്ങൾക്ക് മാത്രമല്ലല്ലോ നാക്കുള്ളത്, നമുക്കും നാക്ക് തന്നെയിടയിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളും പറയും, ചോദിക്കും. ഇത് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു കുറച്ച് മുമ്പ്, വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്തതിന് പിന്നിലും ദിലീപ് എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനത്തെ വീഡിയോസ് ചെയ്തിട്ട് ദിലീപിനെ പുട്ടിയടിക്കുന്ന ഇദ്ദേഹമാണ് ഇപ്പോൾ വന്നിരുന്നിട്ട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ദിലീപിനെതിരെ ഒരു വെളിപ്പെടുത്തൽ നടത്താൻ പോവുകയാണ്. 2001 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം യഥാർത്ഥത്തിൽ ദിലീപാണ് നടത്തിയത്. അതുമാത്രമല്ല, നിങ്ങൾക്ക് പലർക്കും അറിയില്ല, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, നമ്മുടെ നാടിൻ്റെ അഭിമാനമായ മഹാത്മാഗാന്ധി, പ്രിൻസ് എമംഗ് പാട്രിയറ്റ്സ്, രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിളിച്ച നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനത്തിന് വെല്ലും ദിലീപിന്റെ കറുത്ത കരങ്ങളാണ്. ദിലീപിനെ വെച്ച് സിനിമ എടുക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് ബാലേന്ദ്രകുമാർ, പുള്ളിയുടെ ആദ്യ സിനിമ ഏതാണെന്ന് പുള്ളിക്ക് പോലും അറിയുമെന്ന് തോന്നുന്നില്ല, അത്രമാത്രം അപ്രസക്തമായ ഒരു സിനിമ എടുത്ത ഈ മനുഷ്യൻ ദിലീപിന്റെ ഡേറ്റ് വേണ്ടാന്ന് അങ്ങോട്ട് പറഞ്ഞു. എന്താ നീതിബോധം കൂടിപ്പോയി എന്ന്? അങ്ങനെയാണെങ്കിൽ 2017 റെക്കോർഡ് ചെയ്തല്ലേ ഈ ഓഡിയോ എല്ലാം? 2021 വരെ സിനിമയിൽ നിന്ന് പിന്മാറാൻ എന്താ കാത്തു നിന്നത്? 4 വർഷം കഴിഞ്ഞ് ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഒന്നുമല്ല, ഇത് വെച്ച് ദിലീപിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കി, ദിലീപിനെ എക്സ്റ്റോർട്ട് ചെയ്യാൻ നോക്കി. ഇതിൽ വലിയ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ദിലീപ് പറഞ്ഞു ഞാൻ ചെയ്യില്ല. എന്നിട്ടും പലതവണ ഇയാളോട് പാച്ചപ്പ് ചെയ്യാൻ ദിലീപ് ശ്രമിക്കുന്നുണ്ട്, എന്തെങ്കിലും രീതി തീരുന്നെങ്കിൽ തീരട്ടെ. അവൻ ബാലേന്ദ്രകുമാർ പറഞ്ഞത് അത് പറ്റൂല, നിങ്ങൾ എനിക്ക് ഒന്നെങ്കിൽ സിനിമയെ അഭിനയിച്ച് തരണം, കാശ് തരണം എന്നൊക്കെ പറയുന്നു. ദിലീപ് പറ്റൂല എന്ന് പറയുന്നതോടുകൂടി പ്രതികാരമായി. അപ്പം നടിയുടെ പേരിൽ, നടിയുടെ വിഷമത്തിന്റെ പേരിൽ നമ്മുടെ എല്ലാ വീട്ടിൽ സ്ത്രീകളും അമ്മമാരും സഹോദരിമാരും ഒക്കെ ഉള്ളതുകൊണ്ട് അവരുടെ വേദന മുതലാക്കി നടിക്ക് വേണ്ടിയാണെന്ന് അഭിനയിച്ചുകൊണ്ട് ഈ മനുഷ്യൻ വരികയാണ്. ഇയാളുടെ അത്രയും വലിയൊരു ഫ്രോഡ് കേരളത്തിൽ കാണില്ല. അത് പുള്ളിയുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അത്ര കള്ളനാണ്. സംസാരിക്കുന്ന കേട്ട 5 മിനിറ്റ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കള്ളനാണ്. അപ്പോൾ ദിലീപിനെതിരെയുള്ള ഈ മാഫിയയിൽ ബാലേന്ദ്രകുമാറും അങ്ങനെ പലരുമുണ്ട്. അപ്പം അവർ അടക്കം ഉണ്ടാക്കുന്ന വെറും ഒരു ആരോപണമാണ്. ഇനി അത് ആരോപണം അല്ലെന്ന് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഇതോർത്താൽ മതി, ദിലീപാണ് വേൾഡ് ട്രേഡ് സെന്ററും തകർത്തത്. ഒസാമ യഥാർത്ഥത്തിൽ ദിലീപിന്റെ മാമനാണ്. നമസ്കാരം. കേട്ടല്ലോ നിങ്ങൾ, ദിലീപ് വാൾക്കർ പൊട്ടി. ഇനി ഇതിവിടെ തീരുന്നില്ല. ഇനി ഞാനിവിടെ ഒരു വീഡിയോ, ഇതിൻ്റെ ബാക്കി ഇങ്ങനെയുള്ള വീഡിയോ ഉണ്ടെന്നുള്ളത് ചെയ്യാം. ഒരു സ്വന്തം മകള് നഷ്ടപ്പെട്ട ഒരു അമ്മയാണ് അവിടെ ആ ലക്ഷ്മി. സ്വന്തം ഭർത്താവ് നഷ്ടപ്പെട്ട വീട്ടുകാരോടൊക്കെ, 2 വീട്ടുകാരോടും അവർക്ക് പ്രശ്നമുണ്ട്. ലക്ഷ്മിക്ക് ആരുമില്ലാതെ നിൽക്കുന്ന ഒരു സ്ത്രീയെ അങ്ങനെ നിങ്ങളുടേതായ സ്വകാര്യ താല്പര്യങ്ങൾക്കും വ്യൂസിനും വേണ്ടി പറയുന്നതിന് എന്തെങ്കിലും ഉളുപ്പ് മര്യാദയും വേണ്ടി.
ഈ രീതിയിൽ പറയുന്നവർക്ക് ഇതിനെതിരെ ഒന്നും കേസെടുക്കാനും യാതൊരു വകുപ്പുമില്ല. കാര്യം എല്ലാം ഉണ്ടത്രയിലാണ്. എങ്ങനെയാണ് ഉണ്ടത്രയെ വർക്ക് ചെയ്യുന്നത്? നമ്മുടെ ബിജു മേനോൻ റൺ ബേബി റണ്ണിൽ പറയുന്നത് പോലെ ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നിൽ ഗോൾഡ് മാഫിയ ഉണ്ടത്രേ. ഞങ്ങൾ ബാലഭാസ്കറിനെ എവിടെ വെച്ച് ആൾക്കാർ ആക്രമിക്കുന്നത് കണ്ടത്രേ. അതായത് ഏത് ലക്ഷ്മിക്കും, ഒന്ന് പേര് പറയുന്നില്ല, ലക്ഷ്മി അത്രമാത്രം ബഹുമാനവും സ്നേഹവും ഉള്ളതുകൊണ്ട് ലക്ഷ്മിയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന വല്ലതുണ്ട്. ലക്ഷ്മിക്കും ആ പ്രത്യേക വ്യക്തിക്കും തമ്മിൽ സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു അത്രേ. ആഹാ, ഇവിടെ കുറേ പേർക്ക് ഉണ്ടായിരുന്നു അത്രയാണെന്നുണ്ടെങ്കിൽ ഇവിടെ രാഹുൽ ഈശ്വറിന് പല കേസിലും, ഇപ്പൊ ദിലീപ് കേസിൽ തന്നെ പറയാം, ഉണ്ടായിരുന്നില്ല അത്രേ എന്നാണ്. അങ്ങനെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഇവിടെ രാഹുൽ ഈശ്വർ പറയുന്നു ആ ലേഡി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഓക്കെ, അവരുടെ മകള് മരിച്ചു, അപ്പോൾ ഒരു അമ്മയുടെ വേദന, ലക്ഷ്മി അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതേപോലൊരു സ്ത്രീ തന്നെയല്ലേ ഹേ നിങ്ങൾ ഈ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ദിലീപിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നിങ്ങൾ ഈ മറ്റേ 24/7 ചാനലിരുന്നിട്ട് ആ ലേഡിയെ, ആ നടിയെ നിങ്ങൾ എത്ര മോശമായിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് 2 ദിവസം മുമ്പ് ഇദ്ദേഹം വന്ന് പറഞ്ഞ കാര്യമാണ്. അതിജീവതയായ ആ ലേഡി അവർ രാഷ്ട്രപതിക്ക് ലെറ്റർ അയച്ചതിന് ഇദ്ദേഹം വന്ന് കളിയാക്കി പോയ ആളാണ്. അപ്പം അത് ആ ലേഡി, ആ അതിജീവത ഒരു എന്താ പറയുക സ്ത്രീയല്ലേ, ആരുടെയെങ്കിലും മകളല്ലേ, ഭാര്യയല്ലേ? അപ്പം നിങ്ങൾക്കറിയാവുന്ന, നിങ്ങൾക്ക് എന്താ പറയുക പക്ഷം കൂടി സംസാരിക്കണമെന്ന് തോന്നുന്ന ആളുകൾ സ്ത്രീകളാണ്, പുരുഷന്മാരാണ്. ആ കൺസിഡറേഷൻ നിങ്ങൾ കൊടുക്കും. ഇത് കേട്ടോ നിങ്ങൾ? ഇത് 2 ദിവസം മുമ്പാണ് ചർച്ചയിൽ ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്തത്, അതിജീവിതയായ ലേഡിയെ വളരെ മോശമായ രീതിയിൽ പറഞ്ഞിട്ട് പോയത്. മഞ്ജുഷി 3 കാര്യങ്ങൾ. ആദ്യം തന്നെ അതിജീവിതയോട് അങ്ങേയറ്റം ബഹുമാനവും അതിജീവിതയുടെ ഏത് നിലപാടിനോടും ബഹുമാനവും അറിയിക്കുന്നു. പൂർണ്ണമായും വിയോജിക്കുന്നു, അത് വേറെ. പക്ഷേ അതിജീവിതയ്ക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എപ്പിസോഡുകളിൽ ഒന്നാണ്. അതിൻ്റെ ഒരു എൻഡിലേക്ക് വരികയാണ്. അതുകൊണ്ട് അവർക്ക് എന്ത് നിലപാടെടുക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനെ ബഹുമാനിക്കാനും അതിനെ വിയോജിക്കുമ്പോഴും ബഹുമാനിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. 2, ഇത് പറയുന്ന അതിജീവിതയോടല്ല, അതിജീവിതയുടെ കൂടെ നിൽക്കുകയും അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും അവരുടെ വേദന മുതലാക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ 2ഉം 3ഉം പോയിന്റ്. 2ാമത്തെ പോയിന്റ് ദയവായി ശ്രദ്ധിക്കുക. UNDESA@UN.org UNDESA@UN.org യുണൈറ്റഡ് നേഷൻസ് അണ്ടർ സെക്രട്ടറി ജനറലിന്റെ ഇമെയിലാണ്. അതിലും കൂടെ ഒരു പരാതി അയച്ചോളൂ, നല്ലതാണ്. ചുമ്മാ UN കൂടെ അറിഞ്ഞിരിക്കട്ടെ. അങ്ങനെ UN-ലേക്കും നമ്മുടെ വേൾഡ് കോർട്ടിലേക്കും വേൾഡ് ബാങ്കിലേക്കും IMF-ലേക്കും എല്ലാം കൂടി ഒരു പരാതി അയച്ച് ഒരുതരം പരിഹാസത്തിന്റെ ചുവയാണ് താങ്കളുടെ ആ വാക്കുകളിൽ കാണുന്നത്. അതിജീവതയായ ലേഡി മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയതിലും ബാക്കി അവരുടെ കൺസേൺസ്, ഈ കേസ് റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺസ് ഒക്കെ പറഞ്ഞ് രാഷ്ട്രപതിക്ക് ലെറ്റർ എഴുതിയതിനെയാണ് ഇയാൾ ഈ വന്ന് UN ലെറ്റർ അയച്ചോ അല്ലെങ്കിൽ IMF ലെറ്റർ അയച്ചോ എന്ന് പറഞ്ഞിട്ട് അതിജീവത ചെയ്ത ആ പ്രവൃത്തിയെ വളരെ ഹീനമായി വന്നിരുന്ന് പുച്ഛിച്ച് തള്ളിയത്. അപ്പം അതിജീവത എന്തല്ല, ഒരു സ്ത്രീയല്ല. പക്ഷെ ഇവിടെ ബാലഭാസ്കറിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് ഭാര്യ ഒരു സ്ത്രീയാണ്, അമ്മയാണ്. അല്ലാതെ ആരും പറയുന്നില്ല. അവിടെ നിങ്ങളാണ് മിസ്റ്റർ അവിടെ ഒരു സ്ത്രീയെ ഇടിച്ച് തരം താഴ്ത്തി സംസാരിച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ വ്യൂസിനും നിങ്ങളുടെ എന്താ പറയുക ഈ യൂട്യൂബ് ചാനലിനും വേണ്ടി ഇപ്പുറത്ത് വന്നിരുന്നിട്ട് എന്ത് പറയുന്നത്, സഹതാപം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ലേഡിയോട് നിങ്ങൾക്ക് ഒരു നയം, വേറൊരു ലേഡിയോട് നിങ്ങൾക്ക് വേറൊരു നയം. കൊള്ളാലോ. അപ്പോൾ ഇത് എന്ത് സ്റ്റാൻഡ്? സൂപ്പർ സ്റ്റാൻഡാ? മൾട്ടി സ്റ്റാൻഡാ? ഇത് ഏത് ബസ് സ്റ്റാൻഡാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് കേട്ടോ, ഇനിയുണ്ട്. നമ്മുടെ ശശി തരൂർ ഭാര്യയെ കൊന്നു എന്ന് പറഞ്ഞു. ശ്രീ ദിലീപിനെതിരെയുള്ള സാധനങ്ങൾ, അതായത് അടിസ്ഥാനപരമായി എപ്പോഴും മീഡിയയ്ക്കാണെങ്കിലും ന്യൂസ് മീഡിയയ്ക്കാണെങ്കിലും ഡിജിറ്റൽ മീഡിയയ്ക്കാണെങ്കിലും യൂട്യൂബ് മീഡിയയ്ക്കാണെങ്കിലും ആൾക്കാർക്ക് സെൻസേഷണലിസം കൊടുത്തുകൊണ്ടിരിക്കണം. ഏതെങ്കിലും രീതിയിൽ സംശയം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയണം. എന്തുകൊണ്ട് പ്രകാശൻ തമ്പിയുടെ കയ്യിൽ ആ മൊബൈൽ വന്നു? ആ പ്രകാശൻ തമ്പിയുടെ മൊബൈൽ എന്തുകൊണ്ട് തിരിച്ച് ലക്ഷ്മി മേടിച്ചില്ല? സ്വന്തം ഭാര്യ, സ്വന്തം കുഞ്ഞും ഹസ്ബൻഡും മരിച്ചിരിക്കുന്ന അവസരത്തിൽ ബാലഭാസ്കറിന്റെ ഫോൺ എവിടെ പോയി അന്വേഷിക്കൂ? അയാൾ പറഞ്ഞു കാണും പിന്നെ കൊണ്ടുതരാം. അപ്പൊ ഈ ചെറിയ ചെറിയ പോയിന്റ്സ് എടുത്ത് ഞാൻ ഇങ്ങനെ, എന്റെ അടുത്ത സുഹൃത്താണ് ശ്രീ അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക്കിൽ ഇരുന്ന് പലതവണ ഫൈറ്റ് ചെയ്തതാണ് നമ്മുടെ ശശി തരൂർ സാറിന് വേണ്ടി. എന്നോട് ചോദിച്ചു, സുനന്ദ പുഷ്കറിന്റെ കയ്യിൽ എന്തുകൊണ്ട് ഒരു പാടുണ്ട് എന്ന്. ഞാൻ പറഞ്ഞു, കൊതു കടിച്ചതായിരിക്കും സാർ, അങ്ങനെ വല്ലതും പാട് വന്നതായിരിക്കും. അതായത് അപ്പം പെട്ടെന്ന് ആൾക്കാർക്കുണ്ടോ എവിടെ ആ പാടുണ്ട്? ചിലപ്പം പാടുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. ആ പാട് മുമ്പേ ഉണ്ടായിരുന്നിരിക്കും, ഇല്ലായിരുന്നിരിക്കും. പക്ഷെ ആ പാടുണ്ടെന്ന് പറയുമ്പോൾ അത്രയും പറഞ്ഞു നിർത്തും. പാടുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ കണ്ടോ പോയിസൺ ഇഞ്ചക്ട് ചെയ്തതാണെന്ന് പറയും. അല്ലെ, വെളുപ്പിക്കാൻ ഇറങ്ങുന്ന പുട്ടിയും കൊണ്ട് ഇറങ്ങിയ രാഹുൽ ഈശ്വറിന് ആരെ വെളുപ്പിക്കണോ അയാൾക്ക് വേണ്ടി പട്ടീനെ പിടിച്ച് പെയിൻ്റ് അടിച്ച് പൂച്ചയാക്കി വിടും. ഞാൻ ലൈന് ഇത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ?
പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഫോണ് ചിലപ്പോൾ അവിടെ എന്തിനും അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും ലക്ഷ്മിക്ക്. ലക്ഷ്മി സങ്കടത്തിലിരിക്കുക. അതേ ലക്ഷ്മിൻ്റെ ഇൻ്റർവ്യൂ പറഞ്ഞത് ഫോൺ ചോദിച്ചിട്ട് അയാൾ കൊടുത്തില്ല എന്ന്. പിന്നെ റിക്കവർ ചെയ്തെടുത്തത്. ഇപ്പം ചോദിച്ചിട്ടുണ്ട്. ഒരു സാധനം ഒരു കാര്യം പറയുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ആ ലക്ഷ്മി പറഞ്ഞതെങ്കിലും വെച്ചൊന്ന് ഓഡിറ്റ് ചെയ്തിട്ട് സംസാരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്, ഒരു മിനിമം റിക്വസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ ആർക്ക് വേണ്ടി സംസാരിക്കുന്നത് നിങ്ങളുടെ താല്പര്യം, നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ ഞങ്ങളുടെ ഇഷ്ടവും ഞങ്ങളുടെ താല്പര്യമാണ്. നമുക്ക് എന്തിനു വേണ്ടി സംസാരിക്കണം, എന്തൊക്കെ ചോദിക്കണം, ഒരു മാന്യതയുടെ ഒരു ലൈൻ ഓഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്യുക എന്നുള്ള പരിപാടി ഉണ്ടല്ലോ. ഈ ഒരൊറ്റ കോണ്ടൻറ്റിനകത്ത് നിങ്ങളത് ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്തത്. മനസ്സിലായോ? നിങ്ങളത് കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്തു. അപ്പോൾ അവിടെ തന്നെ ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് നിങ്ങളുടെ ഫ്രസ്ട്രേഷനാണ് നിങ്ങൾക്ക്. മനസ്സിലായില്ലേ? എടാ നിനക്കൊക്കെ നാണമില്ലേടേ? നിനക്ക് വീട്ടിലാ നമ്മളും നാളെ ഇതേപോലെ ആക്സിഡന്റ് തീരാനുള്ളതേ ഉള്ളൂ. നമ്മളെ ആക്സിഡന്റ് തീരുമ്പോൾ നമ്മുടെ ഭാര്യയോ നമ്മുടെ അമ്മയോ നമ്മുടെ കുട്ടിയോ ഒക്കെ ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാല് നീയൊന്നും സ്വർഗത്തിൽ പോലും പോകില്ല, നരകത്തിലിരുന്നെങ്കിലും നീയൊക്കെ കാണും. എന്തെങ്കിലുമൊക്കെ മര്യാദ കാണിക്കും. CBI അന്വേഷണം 2 കഴിഞ്ഞു, പോലീസ് അന്വേഷിച്ചു, ഒരു ആക്സിഡന്റ് പറ്റി ആ വ്യക്തി മരിച്ചു. ഇനി എന്ത് ചെയ്യണം? അതിന്റെ വീട്ടിൽ അന്യഗ്രഹ ജീവികളാണെന്ന് പറയണോ? എന്തുകൊണ്ട് ലക്ഷ്മിക്കെതിരെ നാസ അന്വേഷണം ഉണ്ടാക്കുന്നില്ല? ഇത് തന്നെ എല്ലാ കേസിലും ഈ കേസുകൾക്കെല്ലാം ഒരു സമാന സ്വഭാവം ഉണ്ടായാൽ മതി. അതിജീവിത പ്രസിഡന്റിന് പരാതി കൊടുത്തു. പ്രസിഡന്റ് ഈ പരാതി പരിഹാര സെല്ലാണോ പ്രസിഡന്റ്? യുണൈറ്റഡ് നേഷൻസിന് ഇനിയും പരാതി കൊടുക്കും. അതായത് ബേസിക്കലി എന്തെങ്കിലും പറഞ്ഞ് വാർത്തകൾ ഇങ്ങനെ സൃഷ്ടിച്ച് വിഷയം സജീവമായി നിർത്തുക. ദൈവത്തെ ഓർത്ത് ഒരു അമ്മ മരിച്ച ഒരു കുഞ്ഞു മരിച്ച അമ്മയാണ് ആ സ്ത്രീ ലക്ഷ്മി, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച ഒരു ഭാര്യയാണ്. അവരെ മിനിമം മര്യാദ കാണിക്കണം. ഇല്ലെങ്കിൽ വ്യൂസ് കൂടുതൽ കിട്ടുമായിരിക്കും. ദൈവത്തിനൊരു കോടതിയുണ്ട്. ആ കോടതി നിങ്ങളെ ഒന്നും വെറുതെ വിടില്ല. കാലത്തിനൊരു കണക്ക് പുസ്തകമുണ്ട്. ആ കണക്ക് പുസ്തകത്തിൽ നിനക്ക് ഒന്നും മാപ്പുണ്ടാകില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പം നേരത്തെ നമ്മുടെ വ്യൂസിന് വേണ്ടി ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നിൽ അന്യഗ്രഹ ജീവികളാണ്. ഇതിനെക്കുറിച്ചൊരു നാസ അന്വേഷണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഞാനെന്ന് ഈ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത തമ്മിലും ഇതിൽ പറയുന്ന നാസ അന്വേഷണം, ബാലഭാസ്കർ അല്ലെങ്കിൽ മറ്റേ ദിലീപ് കേസിൽ പറഞ്ഞ പോലെ ദിലീപാണ് മറ്റേ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്തത് എന്നൊക്കെ പറഞ്ഞ് തമ്മിലൊക്കെ ഇടുമ്പോൾ ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് വ്യൂസിന് വേണ്ടിയിട്ടുള്ള എരക്കൽ രാഹുൽ ഈശ്വറിൻ്റെ. അതാണ് പറയാനുള്ളത്. എരക്കാണ് ഈ തമ്മിലും ഇതൊക്കെ വിളിച്ച് പറഞ്ഞിട്ട്. എന്തിനാണ് വളരെ സോളിഡായിട്ട് സംസാരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ വളരെ എന്താ പറയുക, കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് സംസാരിക്കാൻ പറ്റുന്നൊരു വോയിസ് ഉണ്ട്. അത്യാവശ്യം ആളുകൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. കുറേ ചർച്ചകളിൽ പങ്കെടുത്ത് മലയാളികൾക്കും അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കും ഒക്കെ നിങ്ങൾ ദിസ് മാൻ, ഇയാൾക്ക് സംസാരിക്കാൻ അറിയാം, 2 മിനിറ്റ് ഇങ്ങനെ പൊക്കി കാണിച്ചാൽ ഇയാൾക്ക് സംസാരിക്കാൻ അറിയാമെന്ന് വിചാരിച്ചിട്ട് ആളുകൾ നിങ്ങൾക്കൊരു സ്പേസ് തരുന്നുണ്ട്. ആ സ്പേസിനകത്ത് ഇരുന്നു കൊണ്ട് കോമാളിത്തരം കാണിക്കരുത്, കോമാളിയാവരുത് പ്ലീസ്. നമുക്കൊക്കെ ഒരു രാഹുൽ ഈശ്വറാണ്, നമുക്ക് സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ പറയുന്നത് കേൾക്കണം എന്നൊരു താല്പര്യമുള്ളവർ ചുരുക്കം ചിലരുണ്ട്. അവരെ മുന്നിൽ ഒരു ആട്ടറ് കോമാളിത്തരം കാണിച്ച പോലെ ആയിപ്പോയി ഇപ്പോൾ. ഈ ലാസ്റ്റ് പറഞ്ഞതിലടക്കം അതിജീവതയെ നിങ്ങൾ വളരെ മോശമായ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്തു? കളിയാക്കി. അവർ കൊടുത്ത അവരുടെ ആ ഒരു മൂവ്, അതിന് വരെ നിങ്ങൾ, രാഷ്ട്രപതിക്ക് കൊടുത്ത ആ ഒരു മൂവിന് വരെ നിങ്ങൾ, ആ ഒരു നീക്കത്തിന് വരെ നിങ്ങൾ കളിയാക്കി. അപ്പുറത്തെ സൈഡിൽ കുട്ടി മരിച്ച അമ്മ എന്ന് പറഞ്ഞ് ലക്ഷ്മിയെ പൊക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പുട്ടിയടിക്ക് ആരെയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അവരെ ഏത് എക്സ്ട്രീം വരെ പോയിട്ട് നിങ്ങൾ പുട്ടിയടിക്കും. ഓപ്പോസിറ്റ് സൈഡിലുള്ള ആളെ നിങ്ങൾ എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ പറയും. അപ്പോൾ ഇവിടെ ആർക്കാ വ്യൂസ് വേണ്ടേ? ആർക്കാ അവിടെ ഉളുപ്പ്, മാൻ ഇതൊക്കെ വേണ്ടേ? മലയാളികളുടെ മുന്നിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്വയം തരം താഴരുത് എന്ന് രാഹുൽ ഈശ്വറിനോട് എനിക്ക് പറയാനുള്ളൂ. സംശയങ്ങൾ ആർക്ക് വേണമെങ്കിലും ചോദിക്കാം, ഉന്നയിക്കാം. അതിന് നാസയെന്ന് 10 സയൻറ്റിസ്റ്റിനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, വേൾഡ് ട്രേഡ് സെൻറ്റർ തകർക്കേണ്ട ആവശ്യമില്ല. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഇരുന്ന് പോയിൻ്റ് വെച്ച് കാര്യങ്ങൾ സംസാരിച്ചാൽ മതി. മനസ്സിലായോ? ഇനി ഇതിങ്ങനെ പൊക്കിപ്പിടിച്ച് ഇനി അവിടെ ഒന്നും സ്പേസ് കിട്ടാത്തതുകൊണ്ട് ചിലപ്പോൾ വന്നിരുന്ന് പറഞ്ഞതായിരിക്കാം. അവിടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ പറ്റില്ല, ചാനൽ മ്യൂട്ട് അടിച്ച് കളയും, അല്ലെങ്കിൽ പറയാൻ സമ്മതിക്കില്ല ബാക്കി ഓപ്പോസിറ്റുള്ളവർ. ഇത് വിഷയമല്ലല്ലോ. സ്വന്തം ചാനലിനകത്ത് പിന്നെ വ്യൂസിന് വേണ്ടിയിട്ട് മോണിറ്റൈസേഷനും ഒന്നും ഇല്ലാതെയാണല്ലോ രാഹുൽ ഈശ്വർ വീഡിയോ ചെയ്തത്. കൊള്ളാം എന്താണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഈ ഒരൊറ്റ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഉള്ള ഇമ്പ്രഷനും ഇങ്ങനെ പോയി കിട്ടി. ആരെങ്കിലും എന്തെങ്കിലും പറയട്ട്, ഒരു ലൈൻ ഓഫ് റെസ്പെക്റ്റ് വിട്ട് കഴിഞ്ഞാൽ മാത്രം
നിങ്ങൾ പറഞ്ഞോ? വളരെ അട്രോഷ്യസ് ആയിട്ട് ആരെങ്കിലും വന്നിരുന്ന് ലക്ഷ്മിയെക്കുറിച്ചിട്ട് വളരെ മോശത്തരം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോ? ഇവിടെ സംശയങ്ങളാണ്. നിങ്ങൾ ഈ പറഞ്ഞ അന്വേഷണ CBI സംഘടനകളടക്കം കുറേ അന്വേഷണ ടീമുകൾ വന്നിട്ട് അന്വേഷിച്ചിട്ട് പോയിട്ടും ഉത്തരം തരാൻ പറ്റാത്ത കുറേ ചോദ്യങ്ങളുണ്ട്. ചോദിക്കുന്നത് ബാലഭാസ്കറിൻ്റെ, നിങ്ങൾ ഈ പറഞ്ഞ, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് സംസാരിച്ചത്? ബാലഭാസ്കറിൻ്റെ ഭാര്യ, ഭർത്താവ് മരിച്ച ഭാര്യ, കുട്ടി മരിച്ച അമ്മ, അവിടെ അപ്പുറത്തെ സൈഡിൽ മകൻ മരിച്ച അമ്മ, മകൻ മരിച്ച അച്ഛൻ, മനസ്സിലായോ? പേരക്കുട്ടി പോയ മുത്തശ്ശൻ, പേരക്കുട്ടി പോയ മുത്തശ്ശി. എന്ത്? അവർക്കാർക്കും സങ്കടമില്ലേ? സംശയങ്ങളില്ലേ? അതോ എല്ലാം കൂടി എടുത്ത് രാഹുൽ ഈശ്വറിൻ്റെ കയ്യിൽ തന്നാൽ മതിയോ? ഒരു ആക്സിഡൻറ്റ് നാളെ നമ്മളും പോകും. നമ്മൾ പോയതിൽ നമ്മളെ ആക്സിഡൻറ്റ് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക ചെയ്യും സൊസൈറ്റി. ഇവിടെ എത്ര ആക്സിഡൻറ്റ് നടക്കുന്നു? എത്ര സെലിബ്രിറ്റീസ് ആക്സിഡൻറ്റിൽ മരിച്ചിട്ടുണ്ട്? ദുരൂഹത പറഞ്ഞ ഒരാൾ വന്നോ? പിന്നെ ഇതിനിടയിൽ എവിടെയോ പറയുന്നത് കേട്ടു രാഹുൽ ഈശ്വറും ഞാനും പ്രോഗ്രാമിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ട് എന്നുള്ളത്. ഇത് ഏതാ ലൈൻ?